നമസ്കാരം. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോസൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ്. ഞാനൊരു പുതിയൊരു സാധനം മേടിച്ചു. അതാണ് ഓസ്മോ മൊബൈൽ 3 ഗിംബൽ. ഇതാണ് ഞാൻ മേടിച്ച പുതിയ സാധനം. സോ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിന് പുറത്തുള്ള ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ട്, അതെടുത്ത് മാറ്റാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇവിടെയുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഗിംബൽ DJI OSMO Mobile 3. ഇതിൻ്റെ ഒരു കേസാണെന്ന് തോന്നുന്നത്. ഒരു അടിപൊളി ഒരു കേസാണ് ഇതിൻ്റെ കൂട്ടത്തില്. ഓ സൂപ്പർ. പിന്നെ ഇതെന്താണ് നോക്കാം. ഇതൊരു കേബിളാണ്, മൊബൈലിൻ്റെ C ടൈപ്പ് കേബിളാണ്. ഇത് പിന്നെ നമുക്ക് ഈ സാധനം കൈകളൊക്കെ കെട്ടി തൂക്കി നടക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവമാണ്. പിന്നെ ഒരു പൗച്ചുണ്ട്, ഒരു അടിപൊളി പൗച്ചുണ്ട്. ഇപ്പം നമ്മൾ ഒരു C ടൈപ്പ് മൊബൈൽ ചാർജ് ചെയ്യുന്ന കേബിൾ, ഒരു കേസ്, പിന്നെ ഒരു പൗച്ച്. ഇത്രയാണ്. ഇതെന്ത് സാധനമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മാനുവൽ ബുക്ക്. ഓ, ഇതൊരു ട്രൈപോഡാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രൈപോഡ് ഇതിൻ്റെ കോംബോ കിറ്റിൻ്റെ കൂടെ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഈ കോംബോ കിറ്റിൻ്റെ കൂടെ കിട്ടുന്ന എക്സ്ട്രാ സാധനങ്ങളാണ് ഈ ട്രൈപോഡും ഈ കേസും. സോ ഇതില്ലാണ്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ DJI OSMO Mobile 3 മാത്രം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഉണ്ടാകുകയില്ല. അതിന് ഒരു $20 വ്യത്യാസം ഉണ്ടാവും. സോ ട്രൈപോഡ് എന്തായാലും എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കോംബോ ഇതിനെ മേടിച്ചത്. അപ്പം എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. ഇത്രയും സംഭവങ്ങളാണ് ഇതിലുള്ളത്. സോ ഇനിയാണ് നമ്മൾ ഇതോ മെയിൻ സാധനം ഇതിൻ്റെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഗിംബൽ. സോ ഇതാണ് ഇതിൻ്റെ ഗിംബൽ. ഇതൊരു 3 ആക്സിസ് ഗിംബലാണ്. സോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ബോക്സിലുള്ളത്. നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഗിംബൽ, ട്രൈപോഡ്, കേസ്, പൗച്ച്, C ടൈപ്പ് കേബിൾ, ഇത്രയും സാധനങ്ങളാണ് ഈ DJI OSMO Mobile 3 കോംബോ എൻ്റെ കൂടെ വരുന്നത്. ഇത് ഞാൻ മേടിച്ചത് ബെസ്റ്റ് ബൈയിൽ നിന്നാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $159 ആണ്. ടാക്സും കൂടെ ചേർത്ത് $180 കനേഡിയൻ ആണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ
ഇതിനൊരു 10,000 അടുത്ത് വരും ഇതിൻ്റെ വില. സോ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിത് ബാലൻസ് ചെയ്യണം ഫോൺ വെച്ചിട്ട്, അതിനുശേഷം ഇത് ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഈ റെഡ് കളറിൽ കാണുന്ന ആരോ മാർക്ക് കാണുന്ന ഭാഗത്താണ് ക്യാമറ വരേണ്ടത്. സോ ഇത് ഫോണുമായി കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോണിലൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. DJI മിമോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഇത് പ്ലേ സ്റ്റോറിലും ഗൂഗിൾ പ്ലേയിലും ആപ്പിൾ സ്റ്റോറിലൊക്കെ ഉള്ളതാണ് ഈ ആപ്ലിക്കേഷൻ. DJI മിമോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. സോ അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഗിംബലും നമ്മുടെ ഫോണുമായിട്ടുള്ള കണക്ഷനും ഇതിൻ്റെ സ്വിച്ചൊക്കെ വർക്ക് ആവത്തുള്ളൂ. സോ നമുക്ക് ആപ്ലിക്കേഷൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ഈ മൊബൈൽ ഹോൾഡ് ചെയ്യുന്നിടത്ത് നല്ല ക്ലിയറൻസ് ഉണ്ട്, അതുകൊണ്ട് ഈ മൊബൈലിൻ്റെ പവർ ബട്ടണുകളൊന്നും നമ്മുടെ ഈ ക്ലാമ്പിങ്ങിനെ ബാധിക്കത്തില്ല. സോ അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ഓൺ ചെയ്യാൻ പോവാണ്. സോ ഇനി നമ്മളിത് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് ആക്കണം. ഉണ്ടെങ്കിൽ ലാൻഡ്സ്കേപ്പും പോർട്രേറ്റ് മോഡ് മാറ്റി മാറ്റി ഇത്. ഓക്കെ, അതായത് മുന്നോട്ട് താഴോട്ടൊക്കെ ആക്കാവുന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. റൊട്ടേഷൻ, ഓക്കെ. അപ്പോൾ ഇതാണ് ഗിംബൽ. സോ അപ്പോൾ ഇതാണ് ഗിംബൽ. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഇത് ഉപയോഗിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.